ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഏട്ടനും കൂടി ഇന്നൊരു സ്ഥലം വരെ പോവാണ്. എങ്ങോട്ടാന്നല്ലേ? വേറെ എങ്ങോട്ടല്ല, ഗുരുവായൂർക്കാണ്. ഞങ്ങള് കുറെ നാളായിട്ട് പ്ലാൻ ചെയ്യണു ഗുരുവായൂർ പോണം എന്ന്. പക്ഷെ എന്നും പ്ലാൻ ചെയ്യും, നടക്കാറില്ല. കാരണം രണ്ടുപേർക്കും ജോലിയുണ്ട്, പിന്നെ നമുക്ക് ലീവൊന്നും അങ്ങനെ കിട്ടാറില്ല. അപ്പോ നമ്മൾ പ്ലാൻ ചെയ്യും, നടക്കില്ല. ഫൈനലി ഗായ്സ്, ഞങ്ങളിന്ന് ഗുരുവായൂർ പോവാണ്. ഓക്കെ, ഞങ്ങൾ മാത്രല്ല പോണത്, ഞാനും ഏട്ടനും പിന്നെ ഏട്ടന്റെ ഫ്രണ്ടും ഫാമിലി ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടിയിട്ടൊന്ന് ഉണ്ണിക്കണ്ണനെ കണ്ടിട്ട് വരാന്ന് വിചാരിക്കുന്നു. ഇന്നാണെങ്കിൽ അന്നത്തെ പോലെ തന്നെ നല്ല മഴ വരുന്നുണ്ട്. അപ്പൊ മഴയ്ക്ക് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോ നമുക്ക് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടുപണിയല്ല, നമുക്കറിയാലോ, നമുക്ക് പെണ്ണുങ്ങൾക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡി ആവുക വേണം. കുറച്ച് മിനുക്ക് പണിയൊക്കെ നടത്തണ്ടേ. ഏട്ടനാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് റെഡി ആവും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് കുറച്ച് ടൈമാണ്. ഞാൻ ഇപ്പൊ റെഡിയാണ്, വൈകുന്നേരം അമ്മയ്ക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഗൈസ്, ഞാൻ പോയി റെഡി ആയിട്ട് വരാം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഗുരുവായൂർ എത്തിയിട്ട് കാണാം. കാരണം ഏട്ടൻ എന്നെ അവിടെ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട്, റെഡി ആവണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വീണ്ടും എനിക്ക് ചീത്ത കഴിക്കേണ്ടി വരും. ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്കി ഗുരുവായൂർ. അങ്ങനെ ഗൈസ്, നമ്മളുടെ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ്റെ നടന്നുകൊണ്ടിരിക്കണു, ഞാൻ തൊട്ട് പുറകിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ എത്തിയപ്പോഴാണ് ഇന്ന് വളരെ തിരക്ക് കുറവാട്ടോ ഗുരുവായൂരിൽ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഗുരുവായൂർ ഇത്രയും സൈലൻ്റ് ആയിട്ട് കാണുന്നത്. കാരണം നമ്മളെപ്പോൾ പോകുമ്പോഴും ഞങ്ങൾ പോകുമ്പോഴൊക്കെ നല്ല തിരക്കുണ്ടാവും. നമ്മളിങ്ങനെ തിക്കും തിരക്കിയിട്ടൊക്കെ വേണം നമുക്ക് തൊഴാനായിട്ട്. ഇന്ന് ഭയങ്കര ശാന്തമായിരുന്നു അമ്പലം. കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു, അല്ലാണ്ട് ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. ഗുരുവായൂർ അമ്പലത്തിൽ ഇത്രയും തിരക്കില്ലാണ്ട് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അതുകൊണ്ട് തിരക്കില്ലാത്ത കാരണം ഞങ്ങൾക്ക് നല്ലപോലെ തൊഴാനൊക്കെ പറ്റിയിട്ടോ. നമുക്ക് കുറേ തിക്കി തിരക്കിലും ക്യൂ നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും തിരക്ക് കുറവായിരുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന എൻ്റെ കുറച്ച് പ്രഹസനങ്ങളാണ്. എന്തായാലും നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ വന്നതല്ലേ, വന്നു കഴിഞ്ഞ് നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ നമുക്ക് പതിവാണല്ലോ. അപ്പോൾ എനിക്ക് കുറച്ചത് കൂടുതലാണ്. എനിക്ക് എവിടെ പോയാലും ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുത്തില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. അപ്പം അങ്ങനെ എടുത്താട്ടോ അത്. അപ്പോഴാണ് ഇത് ഇവിടെ ഒരു ആന പട്ടയൊക്കെ തന്ന് സെറ്റായിട്ട് നിൽക്കണം കണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഡാൻസ് നടക്കണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല അടിപൊളി ഡാൻസൊക്കെ ആയിരുന്നു അവിടെ. ഈ ക്ലാസിക്കൽ ഡാൻസ് കണ്ടു നിൽക്കാനൊരു പ്രത്യേക രസമല്ലേ. കാരണം എനിക്ക് ക്ലാസിക്കൽ കളിക്കാനൊന്നും അറിയില്ല, പക്ഷെ കാണാൻ ഇഷ്ടം കേട്ടോ. നമുക്ക് പിന്നെ ഈ സിനിമാറ്റിക്കൊക്കെ വഴങ്ങുള്ളൂ, ഇങ്ങനത്തെ ക്ലാസിക്കലൊന്നും സെറ്റാവില്ല. പക്ഷേ എനിക്ക് മറ്റുള്ളവർ കളിക്കണം കാണാൻ നല്ല ഇഷ്ടം കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അത് കണ്ടവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു. ഏട്ടൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് അടിച്ചിട്ട് അമ്പലത്തിൽ കൂടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടന്നു കേട്ടോ. അപ്പോഴും വേറെ ആൾക്കാരൊന്നും വരണ കാണാല്ലേ, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും തിരക്ക് കുറവായിരുന്നു. അപ്പോഴാണ് അപ്പുറത്തെ വേറൊരു ഓഡിറ്റോറിയത്തിൽ സംഗീത കച്ചേരി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കുറച്ച് നേരം ഞങ്ങൾ പല്ലിളിച്ച് നിന്നു കേട്ടോ. വെറുതെ രസം, നമുക്ക് കാണാമല്ലോ, നമുക്കറിയില്ലെങ്കിൽ നമുക്ക് കാണാമല്ലോ. ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ എപ്പോൾ വന്നാലും ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാമൊക്കെ അവിടെ ഉണ്ടാവും കേട്ടോ, എപ്പോൾ ചെന്നാലും കാണാം. അത് കഴിഞ്ഞിട്ട് ദേ വീണ്ടും എൻ്റെ പ്രഹസനം അടുത്ത വീഡിയോയിലേക്കുള്ള ഇതാട്ടോ നടത്താണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണത്. അപ്പം ഞാനിങ്ങനെ ഏട്ടാ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നടക്കുകയാണ്. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നൊക്കെ എടുക്കണമെന്നും. ഏട്ടനാണ് കേട്ടോ എൻ്റെ ഫോട്ടോഗ്രാഫർ. അപ്പോൾ കുറേ നടത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏട്ടനും കൂടി ഒരു വീഡിയോ എടുത്താൽ കേട്ടോ. ഏട്ടാ അങ്ങോട്ട് ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഏട്ടാ ഇങ്ങോട്ട് വീഡിയോയിലേക്ക് നോക്ക് എന്ന് പറയാം കേട്ടോ ഞാൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തിട്ട് വീണ്ടും ഞങ്ങൾ അമ്പലം ചുറ്റാൻ തുടങ്ങി. അതിനിടയ്ക്ക് ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുകയൊക്കെ ചെയ്തു കേട്ടോ. നല്ലപോലെ ഞങ്ങൾക്ക് തൊഴാനൊക്കെ പറ്റി, തിരക്കില്ലാത്ത കാരണം നല്ല സുഖമായിട്ട് തൊഴുതു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അമ്പലത്തിൻ്റെ പുറത്തെ കൂടെയൊക്കെ കുറേ നേരം നടന്നു കേട്ടോ. നമുക്ക് ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ്. കാരണം നമുക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസമാണ്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ശരിക്കും നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരത്തെ ആ ചുറ്റുവിളക്കിൻ്റെയൊക്കെ ഇതിൽ നമ്മുടെ ഗുരുവായൂർ കാണാൻ നല്ല രസമാണ്. അതുപോലെ തിരക്കുള്ള സമയത്തും വരണം, അപ്പോഴാണ് നമുക്ക് ആ ഗുരുവായൂരിൻ്റെ ഒരു വൈബ് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.